പ്രീസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യൻ്റെ ഒരു നേച്ചറാണ് ചിലതൊക്കെ ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ചിലതൊക്കെ മറക്കുക എന്നുള്ളത്. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് വിലയിരുത്തുവാൻ കഴിയട്ടെ. ചിലരുണ്ട് ഓർക്കേണ്ട കാര്യങ്ങൾ മറന്നു പോകേണ്ട കാര്യങ്ങൾ അവർ ഓർത്തിരിക്കും. ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിന് 18-19 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. കർത്താവ് ചില പുതിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കർത്താവ് അവിടെ ഒരു കമാൻഡായിട്ട് പറയുകയാണ് പ്രവാചകനിലൂടെ, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരി ന്യൂ തിങ്സ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒറ്റൊരു കാരണം നമ്മുടെ ലൈഫിൽ ചില ഓൾഡ് തിങ്സ് കിടക്കുന്നത് കൊണ്ടാണ്. ചിലതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല, ചിലതൊക്കെ നമുക്ക് വിടാൻ പറ്റുന്നില്ല. നാം ഇന്ന് ഈ ദൈവവചന സന്ദേശത്തിന് മുൻപിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട്, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില പുതിയ കാര്യങ്ങൾ, കർത്താവ് എൻ്റെ ലൈഫിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ചിന് ഞാൻ തന്നെ ഒരു തടസ്സമായി നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് നമുക്ക് നമ്മോടെ തന്നെ ഒന്ന് ചോദിച്ച് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയായി തീരട്ടെ. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇറച്ചിക്കലത്തിന് മുൻപിൽ ഞങ്ങളിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളിപ്പോൾ മരുഭൂമിയിലാണ്. ഒത്തിരി പെറുപെറുപ്പുകൾ അവർ ദൈവസന്നിധാനത്തിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം അവരെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കനാൻ ദേശത്താണ്. പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കർത്താവ് അവരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. പക്ഷേ സ്റ്റിൽ ദേ ആർ ഇൻ ദ പാസ്റ്റ്. അവരിപ്പോഴും അവരുടെ പാസ്റ്റിലായിരിക്കുക. അവർ പഴയ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് തിരിഞ്ഞു. ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. ദേ ടേൺഡ് ഇൻ ദെയർ ഹാർട്ട്സ് ടുവേർഡ്സ് ഈജിപ്റ്റ്. ദൈവമക്കളെ, കർത്താവ് ചില പുതിയതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം എന്നും പഴയതിൽ കിടക്കുക. അതുകൊണ്ട് പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട. ദൈവമക്കളെ, ഇന്ന് ഈ വചന സന്ദേശത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവസന്നിധാനത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ, മറക്കാനുള്ളൊരു കൃപ എനിക്ക് തരണേന്ന്. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മൾ ക്ഷമിക്കുന്നവരാണ്, പക്ഷെ നമുക്കിതങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ക്ഷമിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ കിടക്കുകയാണ്, നമ്മളിത് മറക്കുന്നില്ല. കർത്താവ് പറയുക, നീ മുൻപുള്ളവയെ ഓർക്കണ്ട. നീ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നീ ഓർത്താൽ മതി. മുൻപുള്ളവയൊന്നും നിങ്ങൾ ഓർക്കേണ്ട. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതുത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, കല്ലായ ഹൃദയത്തെ ഞാൻ മാറ്റിയിട്ട് മാംസമായ ഹൃദയം, നല്ലൊരു ഹൃദയം, പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ചില പുതിയത് കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഇന്നും നമ്മൾ ആ കല്ലിച്ച ഹൃദയം കൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് അത് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് നമ്മോട് കൈമാറുന്ന സന്ദേശമാണ്, നീ ചിലതൊക്കെ മറക്കണം, നീ ചിലതൊക്കെ വിട്ട് കളയണം. നമുക്ക് പുതിയത് ചിലത് റിസീവ് ചെയ്യണമെങ്കിൽ പഴയത് ചിലത് നമ്മൾ കളഞ്ഞേ പറ്റൂ. ഈ പഴയത് കൊണ്ട് നമുക്ക് പുതിയത് ഒരിക്കലും റിസീവ് ചെയ്യാൻ, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. കല്യാണ വസ്ത്രം ഇടാതൊരു വ്യക്തി കടന്നു വന്നു. സ്തോത്രം. ആ വ്യക്തിയുടെ പാസ്റ്റ്, ആ വ്യക്തിയുടെ പഴയ അനുഭവത്തിൽ തന്നെ കർത്താവ് ചിലത് പുതിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. മകളെ, പുതിയത് തരുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ. ആ പുതിയത് റിസീവ് ചെയ്യുവാൻ ഒരിക്കലും നമ്മുടെ ലൈഫിലുള്ള പാസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള പഴയത് ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന പുതിയതിനൊരു തടസ്സമായി നിൽക്കാതെ പഴയത് മറക്കുക. ഫോർഗെറ്റ് ദ തിങ്സ് ദാറ്റ് ആർ ഇൻ ദ പാസ്റ്റ്. കർത്താവോട് പറയുകയാണ്, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അറിയുന്നില്ലയോ? അതേ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്തെ തോടുകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മരുഭൂമി ആയിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിർജ്ജന പ്രദേശം പോലെ ഒരു സാധ്യതകളും ഒരു സാഹചര്യവും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ എന്നിട്ടും കർത്താവ് അവിടെ ഒരു പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് ചോദിക്കാം, ആം ഐ സ്റ്റിൽ ഇൻ മൈ പാസ്റ്റ്? ഞാൻ ഇന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്നും ഞാൻ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണോ? അതെനിക്ക് കളയാൻ കഴിഞ്ഞിട്ടില്ലയോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ പിടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനത് നിരൂപിക്കുന്നില്ല. എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറണം, മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ആ പരമവിളിടലാക്കിലേക്ക് പൗലോസ് ഓടുകയാണ്. പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറണം. വാട്ട് എവർ ഇസ് ബിഹൈൻഡ് അസ്, അതൊന്നും നമുക്ക് മറക്കാൻ കഴിയട്ടെ. കാരണം പലപ്പോഴും ഈ പലതും ഓർത്ത് വെക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് നഷ്ടമാകുന്നുണ്ട്.
ഒരുപക്ഷെ ഒരു വ്യക്തി പറഞ്ഞ ഏതെങ്കിലും വാക്കായിരിക്കും, നമ്മെ വിഷമിപ്പിച്ച ആ ഒരു വേദനാജനകമായ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞ ചില വേദനയുടെ വാക്കുകൾ എന്തുമായിക്കൊള്ളട്ടെ, നമുക്കത് മറക്കാൻ അങ്ങോട്ട് പറ്റാത്ത ഒരു ഇൻസിഡൻ്റ് ഒന്ന് ഓർത്തിട്ട് അത് ഒരുപക്ഷെ ഒന്നിൽ കൂടുതലായിരിക്കും. ഇന്ന് ദൈവസന്നിധാനത്തിൽ അതൊന്ന് സമർപ്പിച്ചിട്ട്, കർത്താവെ, മറക്കാനുള്ളൊരു കൃപ തരണമേ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് എക്സ്പെക്ട് ന്യൂ തിങ്സ് ഫ്രം ഗോഡ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.